ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിടിലം വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഞാൻ കുറേ ഷോർട്ട് വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്, കുറേ ഡബ് വീഡിയോസും പിന്നെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ മാത്രം ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പം തുടക്കം ഇതിൽ നിന്ന് തന്നെ കുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. ഇപ്പം തന്നെ ലൈക്കും ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഷെയറും ചെയ്യുക. അത് മാത്രമല്ല ബെൽ ബട്ടണും കൂടെ അമർത്തണം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിഡിലൻ സ്കിൻ കെയർ കോംബോ ആയിട്ടാണ്, ഒരു സർപ്രൈസ് എന്ന് തന്നെ പറയാം. കാരണം ഇത് നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് നൈക്കിന്നാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതാണ് സംഭവം. 4 പ്രൊഡക്ട്സ് ആണ് ഇതിനകത്ത് ഈ കോംബോയിൽ വന്നിരിക്കുന്നത്. ഒരു ഫേസ് വാഷ്, അതെന്ന് പറയുന്നത് ബയോട്ടിക്കിൻ്റെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. ഈ ഇതിനകത്ത് എന്തോ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. ഐ തിങ്ക് ഇതെന്ത് പതയൊക്കെ അപ്പം ഞാൻ 5 ടിപ്സ് ചെയ്തില്ല. ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ്. അതാണ് ഞാൻ അൺബോക്സിങ് വീഡിയോ ബോക്സൊന്നും അൺബോക്സ് ചെയ്യുന്നത് കാണിക്കാത്ത. ഇത് യൂസ് ചെയ്യുന്നതിന് ശേഷമുള്ള റിവ്യൂ വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് എൻ്റെ റിവ്യൂ കേട്ടിട്ട് മാത്രം നിങ്ങൾ വാങ്ങണ്ട. നിങ്ങൾ വേറെ വെബ്സൈറ്റിലൊക്കെ പോയി നോക്കി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ട് മാത്രം നിങ്ങളിത് വാങ്ങിച്ചാൽ മതി. കാരണം നിങ്ങളുടെ ചോയ്സാണ്, ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങളിത് വാങ്ങേണ്ടത്. നിൻ്റെ ഒരു അഭിപ്രായം കൂടെ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇതിനകത്ത് വന്നിരിക്കുന്നത് 4 പ്രൊഡക്റ്റാണ്. ബയോട്ടിക്കിൻ്റെയാണ് പ്രൊഡക്റ്റ്. അഡ്വാൻസ്ഡ് ബെറ്റർ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. ബാക്കിയുള്ള എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. സോ എനിക്ക് ടോണർ യൂസ് ചെയ്യും. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നോ ഒന്നുമല്ല, ഓയിലി സ്കിന്നായി എപ്പോഴും ഓയിലി ആവും. പിന്നെ അത് മാത്രമല്ല എനിക്ക് കുറച്ച് നാളോട് ഇവിടെയൊക്കെ ആയിട്ട് പിമ്പിൾസ് വരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫേസ് വാഷ് നമുക്ക് അവസാനം കാണിക്കാം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ വന്നിരിക്കുന്നത് ഒരു ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ് ആയുർവേദ മോർണിംഗ് നെക്ടർ നറിഷ് ആൻഡ് ഹൈഡ്രേറ്റ് മോയ്സ്ചറൈസർ ആണ്. ഫ്ലോലെസ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് പക്കായാണ്. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ പറയുകയാണെങ്കിൽ ഇത് ഇപ്പം നമ്മളിപ്പോൾ രാവിലെ കുളിച്ചിട്ട് സ്കൂളിലൊക്കെ പോകാൻ വിചാരിച്ചിരിക്കുമോ, അപ്പോഴത്തേക്ക് ഇതിട്ട് പിന്നെ ഭയങ്കര ഓയിലി ഒന്നാമതേ ഓയിലി ഫേസാണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ ഇട്ടാൽ ഭയങ്കര ബ്ലാക്ക് ഒരു സ്കിൻ ടോണിൽ വരും. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് എൻ്റെ സ്കിൻ ഇത് പിടിച്ചില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിത് ഒരു 1 വീക്ക് കൂടെ യൂസ് ചെയ്തിട്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ ഇത് നിർത്താനാണ് എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത്. ഇത് കൊള്ളാം. എല്ലാം ആയുർവേദിക് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് ഇതിനെ പേടിക്കാനായിട്ടൊന്നുമില്ല. മെത്തേഡ് ഓഫ് യൂസ് കൊടുത്തിരിക്കുന്നത് അപ്ലൈ ഈവൻലി ഓവർ ക്ലെൻസ്ഡ് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യണം. നെക്കിലും ഇത് അപ്ലൈ ചെയ്യണം. മോർണിംഗ് നൈറ്റിലും അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫോർ ബെസ്റ്റ് റിസൾട്ട്സ് അപ്ലൈ ആഫ്റ്റർ സിറം. ഈ കോംബോയിൽ സിറം വരുന്നില്ല. പിന്നെ എനിക്കൊരു സിറം വാങ്ങണം എന്നുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ ഒരു സിറം ഉണ്ടായിരുന്നു. എന്തായിരുന്നു, ഗുഡ് വൈബ്സിന്റെ ആൽമണ്ട് ഓയിൽ. അത് ഫേസിൽ പൊക്ക എല്ലാവരും അതിന് റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. പുള്ളിയാണത്. അപ്പം അതെനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ കോംബോ കണ്ടപ്പം ഇറ്റ്സ് അമേസിങ്. ഇതിന്റെ ബില്ല് മണ്ടേ കിടപ്പം നൈക്കിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഒരു ബില്ല് ഇതിന്റെ കൂടെ കിട്ടും. ആ ബില്ലിനകത്ത് ഇതിന്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഏതോ 2 പ്രൊഡക്ട്സ് മാത്രം ഫ്രീ ആയിട്ട് വന്നിട്ട് ബാക്കിയുള്ള 2 പ്രൊഡക്ട്സിനാണ് ഇവർ പേ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വില, ഈ മോയ്സ്ചറൈസറിന്റെ വില ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എവിടെ 330 രൂപയാണ്. ഒരു മോയ്സ്ചറൈസർ തന്നെ 330 രൂപ. ഈ 4 പ്രൊഡക്ട്സും കൂടെ വെറും പ്രൈസ് പറയാൻ മറന്നുപോയില്ലേ, വെറും 504 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ടോണറാണ് മോയ്സ്ചറൈസറിന് മുമ്പ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ ഇത് ചെറുതായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ പറയാം. ഇതെന്ന് പറയുന്നത് പോർ ടൈറ്റനിങ് റിഫ്രഷിംഗ് ടോണറാണ് വിത്ത് ഹിമാലയൻ വാട്ടേഴ്സ് ഫോർ നോർമൽ ടു ഓയിലി സ്കിൻ. നോർമൽ ടു ഓയിലി സ്കിൻ എന്തോ. പിന്നെ ഇത് ആയുർവേദിക്കാണ്, 100% ആയുർവേദിക്കാണ്. പിന്നെ ഇതിന്റെ അപ്ലൈ ഓഫ് യൂസ് കാണിച്ചിരിക്കുന്നത് അപ്ലൈ ടു കോട്ടൺ പാഡ്സിലോ ഓർ വാഷ് ക്ലോത്ത്സ്, നനവുള്ള വാഷ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സിലോ ഇത് ഒഴിച്ചിട്ട് ജെന്റ്ലി വൈപ്പ് ഓവർ ക്ലെൻസ്ഡ് ഫേസ് വാഷ് ഇട്ട ഫേസിലേക്ക് അത് ജസ്റ്റ് ക്ലെൻസ് ചെയ്യുക. ഇങ്ങനെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്കിലും ഫേസിലും ചെയ്യണം. മോർണിംഗ് ഈവനിങ് ആണ് ഇത് ചെയ്യുക അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മോർണിംഗ് ഈവനിങ് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്കിത് ഈ 3 പ്രൊഡക്ട്സും ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, ടോണർ, ഇത് 3 എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ പൈസയ്ക്ക് വെറുതാണ് ചോദിച്ചാൽ വെറുത്താണ്. പിന്നെന്ന് പറയുന്നത് ഈ ബയോട്ടിക്കിന്റെ അഡ്വാൻസ് ആയുർവേദ സൺഷീൽഡ്
ഇത് സാൻഡൽവുഡ് സൺസ്ക്രീൻ ആണ് വന്നിരിക്കുന്നത്. SPF 50 PA+++ UVB ആൻഡ് UVA സൺസ്ക്രീൻ ആണ്. അൾട്രാ പ്രൊട്ടക്റ്റീവ് ലോഷൻ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. വാട്ടർ റെസിസ്റ്റന്റ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വൈകിട്ടപ്പോൾ ഒരു കരിവാളിച്ച രൂപമാണ്. പക്ഷെ ഇന്നലെ ഞാൻ ഇത് മാത്രം ഇട്ടുകൊണ്ട് പോയി കേട്ടാ. പക്ഷെ അപ്പം നല്ല ഒരു ബ്രൈറ്റ്, രാവിലെ പോയി എങ്ങനെയാണ് അതുപോലെയല്ല വൈകിട്ട് വരും. പക്ഷെ ഇത് 2-3 കൂടെ ഇട്ട് നോക്കിയത് എനിക്ക് ഒരുമാതിരിയായിരുന്നു. വൈകിട്ട് വന്നപ്പം ഉമ്മ തന്നെ ചോദിച്ചു, നീ എന്തുവായി ചെയ്യുന്നു, എന്ത് പറ്റി എൻ്റെ മുഖത്തിന് എന്ന് ചോദിച്ചു. ഇതിൻ്റെ അപ്ലൈ ഓഫ് യൂസ് കാണിച്ചിരിക്കുന്നത്, അപ്ലൈ ലിബറലി ബിഫോർ സൺ എക്സ്പോഷർ, റീഅപ്ലൈ ആസ് നീഡഡ് ആഫ്റ്റർ സ്വിമ്മിങ് ഓർ പെർസ്പറൈങ് activities, helps reduce the risk of skin aging and other harmful effects of the sun. കുഴപ്പമില്ല. പൈസയ്ക്ക് വെറുത്താണോ ചോദിച്ചാൽ വെറുത്താണ്. എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടതും ഇല്ല. എന്തായാലും ഞാൻ ഇതെല്ലാം ഒന്ന് കാണിച്ചു. അപ്പം നമുക്ക് ഫസ്റ്റ് ടോണർ പറ്റിച്ചു നോക്കാം. ഫേസ് വാഷ് അവസാനം കാണിക്കാം. ഞാൻ താഴത്തുനിന്നല്ല കാണിക്കുന്നത്, മണ്ടേ കൊണ്ടുപോയിട്ട് ഇട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ മണമെന്ന് പറയുന്നത് ഒരു ഇത് കുക്കുംബറിൻ്റെ കേട്ടോ. പക്ഷേ കുക്കുംബറിൻ്റെ മണമേ അല്ല, ഒരു ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഇത്രയും തീർന്നു. അവിടെ നിറച്ചുണ്ടായിരുന്നു, ഇത്രയും തീർന്നു. ഇത് പറയുന്നത് ഒരു ഭയങ്കര വാട്ടറാണ്. ഇതിനകത്ത് ഈ സ്പ്രേഡ് ഇതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് അടിക്കാവുന്നത്. ഇതിപ്പോൾ ഇനി കോട്ടൺ പാഡിലൊക്കെ കിട്ടും. ഞാൻ അങ്ങനല്ല, ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ നല്ലത് ചെയ്യേണ്ടത്. എനിക്കൊരു തുണി എടുത്ത് വയ്ക്കണമെന്നുണ്ട്, നല്ലൊരു ക്ലീൻ. ഞാനിപ്പോൾ ഇച്ചിരി ഇടുന്നോണ്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ രാത്രിയാണ് സ്കിൻ കെയർ ചെയ്യാറ്. ഇപ്പം എന്തായാലും കൊണ്ട് വാഷ് ചെയ്താൽ തന്നെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുക്കുന്നത്. ഇപ്പം തന്നെ 2 ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ എത്രയായി. ഇനി ഒരു മാസം 2 മാസം എനിക്ക് തയ്ക്കണത്. എനിക്ക് തോന്നുന്നു ടോണർ പെട്ടെന്ന് ചെയ്യും. ഈ ടോണർ ഇടപ്പം വലിയ കുഴപ്പമില്ല. നമ്മുടെ സ്കിൻ ടോൺ അതേ പാട് മെയിൻറ്റെയിൻ ചെയ്തില്ല. സാധാരണ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് ചിലപ്പോൾ ഇങ്ങനാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇത് കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ടോണർ പിന്നെ കുഴപ്പമില്ല. എനിക്ക് ആദ്യം ഇത് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതിന് മണപ്പിച്ച് നോക്കിയപ്പോൾ എനിക്ക് തലവേദന എടുത്ത്. ഞാൻ സ്കൂളിൽ വന്നിട്ടായിരുന്നു, എനിക്ക് സ്കൂളിൽ വന്നൊരു ഇതായിട്ടിരിക്കാൻ. അപ്പോൾ ഇതും കൂടെ എടുത്തപ്പോഴത്തേക്കും എനിക്ക് ഒരുമാതിരി തലവേദനയൊക്കെ വന്ന്, എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കേട്ടോ, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ മണം പിന്നെ എനിക്ക് സ്യൂട്ടായി. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മോയ്സ്ചറൈസറാണ്. ഹൈഡ്രേറ്റിംഗ് നറിഷ് ആൻഡ് ഹൈഡ്രേറ്റ് മോയ്സ്ചറൈസർ. ചുമ്മാ ഓരോ തള്ളി എഴുതുള്ളൂ. എസ്പെഷ്യലി എനിക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല. എല്ലാത്തിനും ഈ ക്യാപ്പ് വരുന്ന ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു ഇതും നടുക്കൊരു ഹോളും എല്ലാം അങ്ങനെ. ആ ടോണറിനെങ്കിലും ആ ഒരു സ്പ്രേയുടെ ആ ഒരു ഇത് സംഭവം കൊടുത്തതിനേക്കുള്ളൂ തോന്നിയായിപ്പോയി. ആയിക്കോട്ടെ, ഇതിപ്പോൾ വീഴും. ജനലിൻ്റെ അവിടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ തൊട്ടാണ് ഇടുന്നത്. കാരണം കൂടുതലായി ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം ഫീൽ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ബട്ട് എനിക്ക് നല്ല ഫീൽ ആവുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ അങ്ങനെ തോന്നത്തില്ല, ബട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. ഞാൻ അതിലൊരു മോയ്സ്ചറൈസർ വരെ കണ്ണാടിയൊക്കെ ഇടുന്നു. ഇതിനകത്ത് നല്ലോണം ഉണ്ടല്ലോ. ഞാൻ ഫേസ് വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രം വെച്ച് ടിൻ്റായിട്ടിട്ട് ഇപ്പം കുഴപ്പമില്ലേ. ഇതെന്തൊരിത്? ഉണ്ട് എനിക്കല്ലാണ്ട് ഒരു ഡാർക്കായി, ഭയങ്കര ഓയിലി ആയിട്ടോ. അതുകൊണ്ടോ ഇതങ്ങ് പറ്റി പിടിക്കണ്ടില്ല. കുറേ നേരം ഫാൻ മുമ്പിലൊക്കെ എന്തൊന്നും ഉണങ്ങത്തില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പല സ്കിൻ ടൈപ്സിന് ചേരുന്നതായിരിക്കും. സ്കിൻ ടൈപ്പ് ഓയിലി ആണെങ്കിൽ പോലും ഇതെന്തോ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. എന്താ പറ്റിയുണ്ട്, ഇങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇത് കണ്ടോ സൺസ്ക്രീൻ, ഇതിനും അതേ അതുകൊണ്ട് ഇപ്പം എനിക്കൊരു പുകിച്ചിൽ പോലെ തോന്നുന്നത്. ഇതിനുള്ളയാണോ അതോ എനിക്ക് ചേരാത്തയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഒരു അവിച്ചിലും ഒരുമാതിരി പൊക്കിയുന്ന പോലെ ആ ഫേസിൻ്റെ ഒരു ചെറിയൊരു പുകിച്ചിൽ, മൈൽഡായിട്ടുള്ളത്. ബട്ട് ഞാനതൊന്ന് സ്യൂട്ട് ആവുന്നുണ്ട് 2 ദിവസം തൊട്ട്. ചിലപ്പോൾ അതിൻ്റെ പ്രശ്നമാണോ അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിലൊന്ന് പറയണേ. ഇത് വരാത്തെ നിറച്ചുണ്ട്. ഇതിൻ്റെ MLs ഞാൻ പറഞ്ഞാൽ കുറച്ചെന്ന് ചോദിച്ചാൽ കളറ് മാറിയാ. ഓക്കെ, എന്താണ് ഇതിലൂടെ സംഭവിക്കുന്നത് കൊച്ചു കേരളത്തിൽ? അയ്യോ, 2 ഫിംഗർ റൂളായിരുന്നല്ലേ, മറന്നും പോയി. ഇനിയിപ്പോൾ കുഴപ്പമില്ല. അത് നമ്മളിപ്പോൾ വാഷ് കളയാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെ ഇട്ടാണല്ലോ. ഇവിടെ ഫാനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല വലുതായിട്ട്.
കേട്ടോ, ഓയിലി ആയിട്ടിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. കണ്ടോ, ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുകയാണ്. ബട്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതിന് വീഡിയോ എടുക്കുന്നതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ കറുത്തു പോകും. ഞാൻ നല്ല രാവിലെ കുളിച്ചിട്ട് വരുമ്പോൾ ഭയങ്കര വെളുപ്പായിരിക്കും, കുറച്ച് കഴിഞ്ഞപ്പോൾ കറുത്തു പോകും. എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്കിൻ ടോണുള്ളവർ കൊള്ളത്തില്ലെന്ന് അന്നൊന്നും അല്ല പറയുന്നത്, എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. ഇത് ഒരുമാതിരി നമ്മളെ സ്കിന്നിങ് ഡള്ളാക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വീഡിയോ നീണ്ടു പോയി, അപ്പേ 10 മിനിറ്റായി. കുഴപ്പമില്ല. ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇത്രമല 120 ml ഉണ്ടോ ഇത്? പണ്ട പറയത്തില്ലല്ലോ, പണ്ട ഒരു 50 ml ഉള്ളൂ, 120 ml ഉണ്ടെന്നാണ് പറയുന്നത്. ആർക്കറിയാം. അടുത്തത് മോയ്സ്ചറൈസർ, ഇത് 190 ml ഉണ്ട്. ഇത് കണ്ടാലേ അറിയാം, ഒരു പടവണ്ടാനും പെട്ടി. അതിനകത്ത് കണ്ടാൽ വലുതായിട്ട് തോന്നത്തില്ലെങ്കിലും ഇതിനകത്തൊരു വലിയൊരു സാധനമാണ് കേട്ടോ. 190 ml ഉണ്ടോ? അയ്യമ്മ, ഇതെന്തൊരു വെട്ടമില്ലാത്ത. ഇവിടെ ഒരു കണ്ണ ലൈറ്റാണ് ഇരിക്കുന്നത്. ഞാൻ പിന്നെ ഒരു ടോർച്ച് പോലൊരു സംഭവം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടിയില്ലേ, അതാണ്. ഇതെന്തിനാ തുറക്കുന്നേ? ഇതിന് ഏകദേശം 120 ml ഉണ്ട്. കുഴപ്പമില്ല, 120 ml കണ്ടാൽ പറയും. പക്ഷെ ഇതിനുണ്ട്, ഇതിനുണ്ട്. 120 ml. ഇതിനോട് ചെറുതോ അല്ല വലുത്. സൺസ്ക്രീനൊന്നും ഒരേപോലെയാണ് ഇരിക്കുന്നത് നോക്കിയത്. ഇത് തന്നെ ഫേസ് വാഷ് ട്യൂബ് ആയതുകൊണ്ട് ഇത് വേറെ പാക്കേജിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇതിങ്ങനെ ഒരുമാതിരി ഒരു റാപ്പിൽ ഇതെല്ലാം 4 പ്രൊഡക്ട്സും കൂടെ, ഒരു 2 പ്രൊഡക്ട്സ് ഒരു റാപ്പിൽ പൊതിഞ്ഞ്, അടുത്ത 2 പ്രൊഡക്ട്സ് ഒരു റാപ്പിൽ പൊതിഞ്ഞ്, ഈ രണ്ടും കൂടെ ഒരു വലിയൊരു ബോക്സിൽ ഇങ്ങനെ ആക്കിയിട്ടായിരുന്നു. അത്യാവശ്യം വലുതായിരുന്നു. ഞാൻ വെച്ചാൽ എന്തൊരു ഇത്രയും സാധനമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വലിയൊരു ബോക്സിലായിരുന്നു. അതാണ് ഞാൻ വിചാരിച്ചു. എനിക്ക് അപ്പം ഇത് റിവ്യൂ ചെയ്യണമെന്നില്ലായിരുന്നു. ബട്ട് യൂസ് ചെയ്തപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കൊള്ളാമെന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങൾ വേറെ വീഡിയോസ് കൊണ്ട് കണ്ടിട്ട് വാങ്ങാൻ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നിങ്ങൾ വാങ്ങരുത്. എൻ്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് വേറെ വീഡിയോസ് പോയി നോക്കാം. കാരണം നിങ്ങളുടെ സ്കിന്നാണ്, നിങ്ങൾ ഒരിക്കലും അത് പാഴാക്കി കളയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് ഞാൻ ഫേസ് വാഷ് ഇടുന്നതും കൂടെ കാണിക്കാം. അപ്പോൾ ഞാൻ മണ്ടയിലത്തെ വാഷ്റൂമിൽ വന്നു. അപ്പം നമുക്ക് ഫേസ് വാഷ് ഇട്ട് നോക്കാം. ഇത് കണ്ണി തെറിച്ച സീനാട്ടോ. എൻ്റെ പൊന്നെ, ഇന്നലെ ഞാനിങ്ങനെ തുറന്ന് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ആയിരിക്കും. ഞാനിതിങ്ങനെ തുറന്നിട്ട് വേറെ ആരുമില്ല. ഞാനിതിങ്ങനെ തുറന്നിട്ട് കണ്ടോ ഇങ്ങനെ പന്നിരിക്കുന്നുണ്ട്. കണ്ടോ ഇതിൻ്റെ കണ്ണി ഇങ്ങനെ തെറിച്ചത് അടച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് പ്രശ്നമായിരുന്നു. ആദ്യം ഒരു ഇരിച്ചിലൊക്കെ ഉള്ളത്, പിന്നെ ഇത് കഴുകി കളഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കണ്ണിൽ എന്തൊക്കെ ഓടുന്ന പോലെയൊക്കെ തോന്നി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ അത്യാവശ്യം പേടിച്ചു കേട്ടോ. പോട്ടെ, കണ്ണി വീഴാതെ ശ്രദ്ധിക്കണേ. പിന്നെ ഞാൻ അനുഭവിച്ച പോലെ അനുഭവിക്കേണ്ടി വരും. ഇന്നലെ ആയിരുന്നു. ഇന്നത്തെ ദിവസം മൊത്തം എനിക്ക് അതിൻ്റെ ഒരു ഫീലായിരുന്നു. മുഖത്തൊന്നും കണ്ണില്ല. തേക്കാം പൈപ്പ് വന്നിട്ട് സോറി വെള്ളം പാഴാക്കാറില്ല. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് പാഴാക്കിയുള്ളൂ. കണ്ണിനോട് മനസ്സിലേക്ക് ഇരിക്കുന്നത് തൊട്ട് ഞാൻ ഇന്നലെ വൈകിട്ടും ഇന്നലെ രാവിലെ ഇട്ടില്ല. ഇന്നലെ വൈകിട്ട് വിട്ട് ഇന്ന് വൈകിട്ട് കുളിച്ചപ്പോഴത്തേക്കും ഞാൻ രാത്രി ആയിട്ടോ ചെയ്യുന്ന വീഡിയോ. രാത്രി മുമ്പ് പാരാത്തൊന്നും ആയില്ല, 8 മണിയായിക്കാണ് കൂടിപ്പോയ. കണ്ണിടാൻ മാക്സിമം ശ്രമിക്കണം. ഇവിടേക്ക് കുറിച്ചിട്ടോ. പക്ഷേ ഇങ്ങനത്തെ ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് മാക്സിമം ഫേസിൽ ഇടാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം കണ്ണിൽ വല്ലതും നിന്നാലേ ഇതിൻ്റെ ഫേസ് വാഷ് ഒറ്റ പ്രശ്നം, അത് ഞാൻ പറയാൻ പറഞ്ഞു ഇല്ല. അത് ഞാൻ ഇത് കഴുകി കളഞ്ഞിട്ട് പറയാം. പുറത്ത് മൊത്തം വെള്ളം വീഴാം. പാടാത് കഴുകി കളയാം. അയ്യോ, അതായിരിക്കും മേക്കപ്പില്ലാത്ത മുഖം ഇതാണോ? എനിക്ക് ഇത് തന്നെയായിരുന്നു. ഫിൽറ്ററൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അവിടെ നിന്ന് കാണിച്ചപ്പോൾ അവിടെ ഇച്ചിരി വെട്ടത്തിൻ്റെ നമ്മളോട് ഇച്ചിരി ബ്രൈറ്റായിട്ട് കണ്ടു. അത്ര. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്നെന്നെ വിളിച്ചിട്ടേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയറിൻ്റെ റിവ്യൂ ആയിരുന്നു. എനിക്ക് പേഴ്സണലി വലിയൊരു താല്പര്യം തോന്നി. പക്ഷേ 540 രൂപയ്ക്ക് വേർത്താണ് എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി അത് വേർത്താണ്.
പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പിന് ചേരാത്തതുകൊണ്ടായിരിക്കാം, എനിക്കറിയാൻ പറ്റും. ഫോർ ഓൾ സ്കിൻ ടൈപ്പിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാ കറിയും. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.